ഹലോ, ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലൊരു ചിക്കൻ പീസ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ആദ്യമേ തന്നെ ആരും പിസ്സ ഹട്ടിനും ഡൊമിനോസിനൊന്നും മനസ്സിൽ വിചാരിച്ച് വെക്കരുതേ. ഇത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വളരെ ഈസി ആയിട്ടൊരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ അതേ ആദ്യം തന്നെ കുറച്ച് ചിക്കനിലേക്ക് ബോൺലെസ് ചിക്കനായിട്ട് എടുത്തേക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ മല്ലിപ്പൊടിയും ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1.5 സ്പൂണ് നമ്മൾ കാശ്മീരി ചില്ലിയാണ് ഇടുന്നത്. അതേപോലെ പുളിയില്ലാത്ത നല്ല കട്ട തരില്ലേ, അതൊരു 2 ടീസ്പൂണും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് അതിനെ നന്നായി കുഴച്ചെടുക്കാം. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് പറ്റില്ലെങ്കിൽ ഒരു 20 മിനിറ്റെങ്കിലും ആ മസാല പിടിക്കാനായിട്ട് വെക്കണം കേട്ടോ. വളരെ ഈസി ആയിട്ടൊരു മെത്തേഡാണ് കേട്ടോ. പിന്നെ അതേ 1/4 കപ്പ് പാലിലേക്ക് 1 സ്പൂണ് പഞ്ചസാരയും 1.5 ടീസ്പൂണ് മറ്റേ തരിതരിയായിട്ടുള്ള ഈസ്റ്റ് ഇല്ലേ, അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് ഒന്ന് ഫെർമെൻ്റ് ആവാനായിട്ട് ഒരു 10 മിനിറ്റ് വയ്ക്കുക. നന്നായി ഇത് ആ പഞ്ചസാരയും ഈസ്റ്റിൻ്റെ മിക്സൊക്കെ ഒന്ന് പാലിലേക്ക് അലിയുന്ന തരത്തിൽ മിക്സ് ആക്കിയിട്ടാണ് വെക്കുന്നത്. പിന്നെ പാലിന് ഒരു ലൈറ്റ് ചൂടുണ്ട് കേട്ടോ, ഇളം ചൂടുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിനെ മൂടി വെച്ചിട്ടുണ്ട്, അതിനൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. അതെ 10 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ ഈസ്റ്റിൻ്റെ മിക്സ് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലോറ് കുഴച്ചെടുക്കാം. അപ്പോൾ അതേ 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് നന്നായി മിക്സാക്കി എടുക്കാം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ലൈറ്റ് ചൂടുവെള്ളത്തിലാണ് കുഴച്ചെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഇതിനെ ഇളം ചൂടുള്ള പാലിലോ കുഴച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാനിത് ലൈറ്റ് ചൂടുള്ള പാലിലാണ് കുഴച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റിനെ നമ്മളിതിലേക്ക് നമ്മുടെ ഈസ്റ്റിൻ്റെ മിക്സില്ലേ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ആവശ്യത്തിന് നമ്മുടെ മാവ് ഏകദേശം ഒന്ന് മിക്സ് ആയിട്ടുണ്ടാവും. പിന്നെ ഒരു അല്പം കൂടി വെള്ളമോ അല്ലെങ്കിൽ പാലോ മിക്സ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ടാക്കാനും മറക്കരുതേ. പിന്നെ നമ്മൾ ഇതിൽ ഒരുപാട് ഐറ്റംസ് ഒന്നും വാരി വലിച്ചിരുന്നില്ല. എന്താ പറയുക, കുട്ടികൾക്കൊന്നും പിസ്സ സോസൊന്നും അത്രയ്ക്കും വലിയ താല്പര്യം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അതേ ഞാൻ കുറച്ച് പാൽ ഒഴിച്ചിട്ടുണ്ട്. 3/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് എടുക്കുന്നുള്ളൂ. എന്തോരം എടുക്കുന്നുണ്ടെന്ന് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പം ഞാൻ ഹോം മെയ്ഡായിട്ടാണ് പിസ്സ സോസൊക്കെ ഉണ്ടാക്കിയേക്കുന്നത്. അതേപോലെ നമ്മൾ ഒലീവ്സ് ഒന്നും ഇടുന്നില്ല. പിന്നെ ക്യാപ്സിക്കം ഇഷ്ടമൊന്നുമില്ല കേട്ടോ ഇവിടെ രണ്ടാൾക്കും, കുഞ്ഞാറ്റയ്ക്കും സുഡുവിനും. അപ്പം ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിൽ. അപ്പം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നതിനേക്കാളും കുറച്ചൊന്ന് ലൂസാക്കിയിട്ടാട്ടോ ഇതിനെ കുഴച്ചെടുക്കുന്നത്. അതെ നമ്മുടെ മാവിന് ഈ ഒരു ലൂസായിട്ടുള്ളൊരു ഇതിലാണ് ഞാൻ കുഴച്ചെടുത്തേക്കുന്നത് കേട്ടോ. ഇനി നമ്മുടെ മാവ് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിന്മേയും മാവുമൊക്കെ മൊത്തത്തിൽ ഓയിലാക്കിയിട്ട് ഒരു 1 അല്ലെങ്കിൽ 1.5 മണിക്കൂറോ ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. സമയം ഉണ്ടെങ്കിൽ 1.5 മണിക്കൂർ വയ്ക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ വെച്ച് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതേ മൊത്തത്തിൽ ഞാൻ ഓയിൽ ഇതുമേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ആ പുറം ഭാഗത്ത് മാത്രമായിട്ട് ആക്കി കൊടുക്കുന്നത്, അല്ലാണ്ട് അത് കുഴച്ചെടുക്കണമെന്നില്ല. പിന്നെ അതേ ബാക്കി പാൽ ഇത്രയും വന്നിട്ടുണ്ട്. ഒരു 1/4 കപ്പിനേക്കാളും താഴെയായിട്ട് നമുക്ക് പാൽ ആവശ്യം വന്നിട്ടുള്ളൂ. ഇനി ഇതിനെ മൂടി വെച്ചിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂർ ഇതിനവിടെ മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ നന്നായി മസാല പിടിച്ച് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇതിനെ അധികം ഡീപ്പ് ഫ്രൈ ചെയ്യണ്ട, ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. അപ്പം അധികം ഓയിലൊന്നും വേണ്ട, കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടാണ് ഫ്രൈ ആക്കി എടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ്റെ പീസ് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ചിക്കൻ്റെ അളവൊക്കെ നമുക്ക് ഇത്തിരി കൂടിയാലും കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് ആവശ്യമായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മൂടി വെച്ചിട്ടാണ് നമ്മൾ വേവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ. ഇനി ഈ വെള്ളം വറ്റുന്ന വരെ നമുക്കൊന്ന് ഇതിനെ ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. അതേ ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പാകം മതി കേട്ടോ നമ്മുടെ ചിക്കൻ.
ഇനി നമ്മളിത് ബേക്ക് ചെയ്യുമ്പോൾ ഒന്നും കൂടി ഒന്ന് ചിക്കൻ ഇതാവുമല്ലോ. ഓവർ കുക്ക് ആയി കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായി പോകും കേട്ടോ ചിക്കൻ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അതേ 1.5 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ അതേ നല്ലൊരു ബ്രെഡിൻ്റെ ഒക്കെ മണമാണ് വരുന്നത് കേട്ടോ, ഫ്രഷ് സ്മെല്ല് വരുന്നുണ്ട്. ഞാൻ അതിന് വീണ്ടും ഒന്ന് കൈവച്ച് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനിതാ നമ്മൾ ഈ മാവിനെ ചെറിയ പീസാണ് ഉണ്ടാക്കുക വെച്ചാൽ നമുക്കിതിനെ 2ആക്കി കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വലിയ ട്രേ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരൊറ്റ മാവ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ ഞാൻ കേക്കിൻ്റെ ടിന്നിലാട്ടം ഉണ്ടാക്കാറ് ഈ പിസ്സ. അപ്പോൾ ഒരു അബദ്ധം പറ്റിപ്പോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഞാനിപ്പോൾ ഈ അടുത്ത് ഒരു 1.5 കിലോൻ്റെ കേക്ക് ഉണ്ടാക്കുന്ന ഒരു ട്രേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ കാര്യം മറന്നു പോയിട്ടാണ് ഞാനിത് 2ആക്കി കട്ടാക്കിയത് കേട്ടോ. അപ്പോൾ 2 തരം ഉണ്ടാക്കാനുള്ള മടി കൊണ്ട് ഇത് ആദ്യം ചെറിയ ട്രേ ആണ് എടുത്തിരുന്നത്. പിന്നെയാണ് ഞാൻ ആലോചിച്ചത് എൻ്റെ കയ്യിൽ വലിയ ട്രേ ഉണ്ടല്ലോ എന്നുള്ളത്. അങ്ങനെ വലിയ ട്രേയിലേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒറ്റയടിക്ക് ആക്കാമെന്ന് എഴുതിയിട്ടാണ് നമ്മുടെ മാവിനെ മൊത്തത്തിൽ ഒന്നാക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇതാട്ടാ നമ്മുടെ പിസ്സ സോസ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ബാലൻസ് ഒന്ന് ഞാൻ എടുത്ത് വെച്ചതാട്ടാ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 തക്കാളി വലുത്, അതേപോലെ ഒരു സബോള, 3-4 വറ്റൽമുളക്, ഒരു 10 അല്ലി വെളുത്തുള്ളി. കളറിന് വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റിൽ കുറച്ച് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത്രയും നമുക്ക് കുക്കറിൽ വേവിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് ഒരു 2 വിസിൽ വരെ വേവിച്ചെടുക്കാം. തക്കാളിയുടെ തൊലി കളഞ്ഞിട്ട് മിക്സിയിൽ അരയ്ക്കുക. അതിലേക്ക് എന്നിട്ട് അതിൽ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഈ മിക്സിനെ നമുക്ക് പാനിൽ വെച്ചിട്ട് നന്നായി മിക്സ് ആക്കാം കേട്ടോ. അപ്പോൾ ഒറിഗാനോ ഉണ്ടെങ്കിൽ നമ്മൾ ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പും, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, കുറച്ച് വിനാഗിരിയും, കളറിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാശ്മീരി ചില്ലി ഇട്ടിട്ട് നന്നായി നമ്മൾ മറ്റേ മൊമോൻ്റെ ഒക്കെ സോസ് ഉണ്ടാക്കില്ലേ അതേമാതിരി ആക്കി കഴിഞ്ഞാൽ നമ്മുടെ പിസ്സ സോസ് റെഡി ആവും കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ വലിയ ട്രേയിലേക്ക് കുറച്ച് ബട്ടർ ആക്കി കൊടുത്തിട്ടുണ്ട് സൈഡിലും അടിയിലൊക്കെ ആയിട്ട്. എന്നിട്ട് നമ്മുടെ മാവിനെ ഞാൻ മൊത്തത്തിൽ ഒന്നാക്കിയിട്ടുണ്ട് കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എന്നിട്ട് ഇതേ കൈവച്ച് ഇതേമാതിരി നല്ല രീതിക്ക് പരത്തി കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ബട്ടർ അതിൻ്റെ മേലിലിട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടറിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് കൊടുത്താൽ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇനി അത് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് അതിൻ്റെ മേലിലിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ സോസൊക്കെ ഉള്ളിലേക്ക് ഇറങ്ങി പോകാനായിട്ട് ഞാൻ ഫോർക്ക് വെച്ച് ഇതേമാതിരി മൊത്തത്തിലൊന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഡിസൈൻ എല്ലാം അങ്ങനെ കുത്തിയെടുക്കുന്നതാണ് കണ്ടാ. ഇതേപോലെ മൊത്തത്തിൽ ഞങ്ങൾ ആക്കിയെടുക്കാം. ഇനിതാ നമുക്ക് ഇതിൻ്റെ മേലിൽ നമ്മുടെ സോസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കടയിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും പിസ്സ സോസ്, അതിനേക്കാളൊക്കെ നല്ലൊരു ടേസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഇതേപോലെ വീട്ടിലുണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പം നന്നായി സോസിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ചും കൂടി നന്നായി സ്പ്രെഡ് ചെയ്യാം കേട്ടോ. കുട്ടികൾക്കൊന്നും അത്രയ്ക്കും അധികം സോസും കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഈ വക സോസൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. അവർക്ക് ടൊമാറ്റോ സോസ് കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ. പിന്നെ ഈ അടുത്ത് ടൊമാറ്റോ സോസ് കൊടുക്കുന്നത് അത്ര നല്ലതല്ല എന്ന് കേട്ടിരുന്നു. അപ്പോൾ പരമാവധി ഞാൻ ടൊമാറ്റോ സോസൊക്കെ കൊടുക്കൽ ഞാൻ കുറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒറിഗാനോന് പകരം എൻ്റെ കയ്യിൽ ഒറിഗാനോ തീർന്നു പോയി. അപ്പോൾ അതിന് പകരം ഞാൻ കുറച്ച് നമ്മുടെ കസ്തൂരി മേത്തി ഇല്ലേ, കസ്തൂരി മേത്തി ആയിട്ട് കൊടുക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ ഉണ്ടെച്ചാൽ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾക്ക് കഴിക്കാനല്ലേ. അപ്പോൾ നമ്മൾ ഉള്ളതുപോലെ ചെയ്തെടുക്കുക. അത് ചേർത്തില്ല എന്ന് കരുതി പിസ്സ കേടായി വലിയ ടേസ്റ്റ് ഇല്ലാണ്ടിരിക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ ഒരു സമയത്ത് ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുക. അതേപോലെ ചോളം ഉണ്ടെങ്കിൽ ചോളം വെച്ച് കൊടുക്കാം. പിന്നെ സബോള കട്ടാക്കിയിട്ട് വെച്ച് കൊടുക്കുക. അതേപോലെ ക്യാപ്സിക്കത്തിൻ്റെ കഷ്ണം വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഉള്ളതനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറിയൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ടൊമാറ്റോ ഉണ്ടെങ്കിൽ അത് വട്ടത്തിൽ അരിഞ്ഞ് കൊടുക്കുക. ഞാനിപ്പോൾ അതൊന്നും ചെയ്യണില്ല, പിള്ളേർക്ക് അത്ര താല്പര്യമില്ലാത്ത കാരണം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ്, എല്ലാവരും ട്രൈ ചെയ്തേക്കുക. പിന്നെ ഇത് നമ്മുടെ മൊസല്ല ചീസില്ലേ അതാട്ടാ. ഇടയ്ക്ക് നമ്മുടെ റിലയൻസിൽ ഓഫർ വരും, അങ്ങനെ ഓഫറിന് കിട്ടിയതാട്ടാ ഈ ഒരു ചീസ്. മിക്കപ്പോഴും ഒരുപാട് സാധനങ്ങൾ നല്ല നല്ല ഓഫറിന് കിട്ടാറുണ്ട് കേട്ടോ അവിടെ. ഞങ്ങൾ മിക്കപ്പോഴും റിലയൻസിൽ തന്നെയാണ്, ഇവിടെ അടുത്ത് തന്നെയാണ്, അവിടെയാണ് കുറേ സാധനങ്ങൾ വാങ്ങാനുള്ളപ്പോൾ പോവാറ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചീസൊക്കെ ഭയങ്കര ഇഷ്ടമായ കാരണം ഒത്തിരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് അല്ലേ ചീസ്. പിന്നെ ഈ ഒരു ചീസിൻ്റെ സ്ലൈസ് ഇല്ലേ അതും കൂടി വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ.
നമ്മൾ ബർഗറിൻ്റെ മേലൊക്കെ വെച്ച് കൊടുക്കുന്ന ചീസില്ലേ, അതാണ് ലാസ്റ്റിൽ ചെറിയ കഷ്ണമാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നത്. എനിക്ക് കൂടുതലും ഈ ഒരു ചീസാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടം, മോസലിനേക്കാളൊക്കെ കൂടുതൽ. ഇനി നമ്മളിത് ഓവണിലായിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റെങ്കിലും നമ്മുടെ ഓവണിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രീ ഹീറ്റ് ചെയ്തിടണം. എന്നിട്ടൊരു 20 മിനിറ്റ് ഇതിനെ ബേക്ക് ചെയ്താൽ മതി കേട്ടോ, അടിയത്തെ മാത്രം കോയിൽ ചൂടാക്കിയിട്ട്. ഇപ്പം ഓവണില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കില്ലേ, അതേ സെയിം മെത്തേഡിൽ ഓവണില്ലാത്തവർ ചെയ്താൽ മതി കേട്ടോ. ദോശക്കല്ല് വെച്ചിട്ട് അതിൻ്റെ മേളിൽ റിങ് വെച്ചിട്ട് ഇത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ കുക്കിംഗ് ടൈമിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ടാവും കേട്ടോ. അതെ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ പിസ്സേനെ തുറന്നെടുത്തിട്ടുണ്ട്. ചീസെല്ലാം മെൽറ്റായി. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ അതെ ഇവിടെ ഒരു കുതിയനും കൊതിച്ചിട്ടുണ്ട്. ആദ്യം അവർക്ക് കൊടുത്തിട്ടാണ് ഞാൻ എടുക്കാറ് കേട്ടോ. അതെ കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, അപ്പോൾ വളരെ എളുപ്പത്തിലുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെയ്ക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സി യു. നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഇട്ടില്ലെങ്കിലും ടേസ്റ്റിന് യാതൊരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ഇത് നല്ല സോഫ്റ്റുമാണ്, ചായയുടെ കൂടെയൊക്കെ കഴിക്കാം. കുട്ടികൾക്ക് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ നല്ല എളുപ്പത്തിൽ ഇതേപോലെ അമ്മമാരൊക്കെ വീട്ടിലിരിക്കുന്ന അമ്മമാർ സ്നാക്സൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ.